Hi guys, welcome back to my YouTube channel. നല്ല വെയിൽ അപ്പം ഹാപ്പി വിഷു. അയ്യോ ഹാപ്പി ഓണം. സത്യം പറയാ ഞാൻ വിഷു ഇപ്പം കഴിഞ്ഞ മാതിരി ഉണ്ട്. ഇപ്പം കഴിഞ്ഞ മാതിരി ഇതാണ് എൻ്റെ ഓണം OOTD. ദിസ് ഇസ് മൈ ഹെയർ. കേൾസ് ആർ കേളിങ്. വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായെന്ന് എനിക്കറിയാം. സംഭവം ഞാൻ വളരെ ഹാപ്പി ആകുമ്പോൾ മാത്രം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് കാലമായിട്ട് ഹാപ്പിനെസ്സിന് ഭയങ്കര ക്ഷാമം. എവിടെ അങ്ങോട്ട് കിട്ടണില്ല. അമ്മ അവിടെ നിന്ന് കിച്ചണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എൻ്റെ വിക്ടോറിയൻ ലൈഫ് തീർന്നിട്ട് എന്താ പറയുക 5 months ആവാനായി. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 months. അപ്പോൾ ഈ 5 months ആയിട്ട് ഭയങ്കര സങ്കടത്തിലാണ്. എന്താ പറയുക, ഭയങ്കര സങ്കടം. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ തോന്നിയില്ല. അങ്ങനെ എൻ്റെ യൂട്യൂബ് സ്റ്റാഗ്നേറ്റഡായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല മനുഷ്യന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നാണ് നമുക്ക് വീഡിയോ ഇടാത്തത്, അതങ്ങോട്ട് ഇടൂ. അങ്ങനെ കുറച്ച് ആൾക്കാർ. മെയിനായിട്ട് പറയാനുള്ളത് അഞ്ജന EK. ഈ വീഡിയോ ഒക്കെ സ്പെഷ്യലാണ്. അഞ്ജന എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ എന്താ ഇടാത്തത്, എന്താ ഇടാത്തത്. അങ്ങനെ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓണം വ്ളോഗാണിത്. അഞ്ജന, ഇഫ് യു ആർ വാച്ചിങ്. അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇഫ് യു ആർ വാച്ചിങ്, എന്നെ പിന്നെയും മുന്തി തള്ളി വീഡിയോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതിന് നന്ദി. സോ ഞങ്ങൾ രാവിലെ എണീറ്റു, പൂക്കളം ഇട്ടു, കുളിച്ചു, സാരി എടുത്തു. ഇത് സാരി ഈസ് ഫ്രം കൈത്തറി. അമ്മമ്മയുടെ കമ്പനിയിൽ നിന്ന് എടുത്തതാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന്. അതിൻ്റെ ഒരു വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും വെൻ ഐ വെൻറ്റ് ഫോർ പർച്ചേസിങ് ആൻഡ് ഓൾ. ഇപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അഭിരിമേഷൻ സവിതയുടെ ഓണക്കോടി. വാവ്, സച്ച് എ ഡീവ. അതാണ് സംഭവം. ഓക്കെ, വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. വീട്ടിൻ്റെ പുറത്ത് ഒരു മിനിറ്റേ ഉണ്ടായിരുന്ന പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട്. ഇതൊരു ചെറിയ പൂക്കളം, നേരെ നോക്കുമ്പോൾ വലിയ പൂക്കളം. വാവ്, ഇതാണ് നമ്മളിട്ട പൂക്കളം. വിഷു ബിരിയാണി കഴിഞ്ഞ് മലബാറികൾ, അതായത് പ്രത്യേകിച്ച് കണ്ണൂർക്കാർ അവതരിപ്പിക്കുന്ന നോൺ വെജ് സദ്യ. ചിക്കൻ കിടന്ന് മൊരിയണ കണ്ട അമ്മേ, വിശക്കണമ്മേ. അച്ഛന്റെ ലുങ്കി മുറിച്ചിട്ട് ഏപ്രിലാക്കി കെട്ടിയിരിക്കുക. വൈബ്. അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് സവിത മഹേഷ്? ചിക്കൻ പൊരിച്ചത്, ചിക്കൻ വരട്ടിയത്, പിന്നെ ഒരു മിനിറ്റ് വരട്ടിയില്ല, കാളൻ, സാമ്പാറ്, വാവ്, പിന്നെ ചിക്കൻ വരട്ടിയത്, പായസം, പാലടയാ സേമിയ? പാലട. പിന്നെ ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് വരാം. കൂട്ടുകറി, അവിയൽ, ഗായ്സ്. ഇതെന്താ? പച്ചടി. വറവ് മീൻസ് തോരൻ, കാബേജ് തോരൻ. ചാറ്. പിന്നെ ഒരു സ്പെഷ്യൽ പപ്പടം ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഫിദ സക്രിയ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് ബാക്കോട്ട് നിൽക്കൂ, പൂക്കൾ ഇതാക്കാണ്ട്. വെരി ഗുഡ്. മലയാളി മങ്കി ആയിട്ടുണ്ട്. ഓണത്തിന് ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ പണിക്ക് നിൽക്കൂല. ഇതിന് എനിക്ക് കോളേജ് കാലം മുന്നേ കിട്ടിയ മുതലാണ്. കോളേജ് കാലം തൊട്ട് ഇപ്പോഴും കുരിശ് തലേന്ന് പോയിട്ടില്ല എന്ന് താത്ത് പറയും. അങ്ങനെ based on true events. ഗൗരവത്തിലാണോ? മിസ്റ്റർ കാമുകൻ അമ്മേന്റെ വീഡിയോ കണ്ടിരിക്കുക. എന്താല്ലേ, എനിക്കൊരു പിമ്പിൾ വന്നു ഇവിടെ. ഈ നമ്മൾ ബ്ലാക്ക് ഹെഡ് എടുക്കുന്ന മറ്റേ കോലുമരത്തൊരു സാധനം ഇല്ലേ, അത് വെച്ച് ബ്ലാക്ക് ഹെഡ് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ആ സംഭവം അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആയത് പോപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഭംഗി നോക്കി ആസ്വദിക്കുന്ന ഫിദ സക്രിയനെ നിങ്ങൾ കണ്ടോ? വളഞ്ഞാൽ തന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സദ്യ. വിഷയം തന്നെ.
മലബാർ ഗൈസ് ഹാവ് ദ ബെസ്റ്റ് സദ്യ. നമുക്ക് ചിക്കനും മീനൊന്നും ഇല്ലാണ്ട് തൊള്ളക്കൂട്ട ഫുഡ് ഇറങ്ങൂലാടോ, എന്താ ചെയ്യാ? അതൊക്കെ ഒരു കൾച്ചറൽ ഷോക്കാണ് സദ്യയിലൊന്നും ചിക്കൻ ഇല്ലാത്തത്. വാവ്, നമുക്ക് സദ്യ കഴിക്കാം. നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കുന്നു. ഫുൾ അലമ്പാണ്, മൊത്തം സൗണ്ടാണ്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. കുറച്ച് ചിക്കനൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ ചിക്കൻ പൊരിച്ചത് പൊട്ടിക്കുന്നു, അതിൻ്റെ കൂടെ വെക്കുന്നു. പപ്പടം, കുട്ടി പപ്പടം. ഈ വീട്ടിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. വേണോ കുറച്ച്? തരില്ല. സാമ്പാർ പ്രശ്നമൊന്നുമില്ല, വളരെ ഇഷ്ടമുണ്ടാവും. ഞാൻ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തിനാന്നറിയോ? നോൺ വെജ് സദ്യ കഴിക്കാൻ. ഗൈസ്, ഇവിടെ ഓണത്തല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേൻ്റെ സാമ്പാറിന് എന്തുകൂടിന് ഉപ്പ് കൂടി തരാം. എനിക്കൊന്നും തോന്നിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇരുപത് ഇച്ചിരി കൂടി. വാവ്, വിഷു നമ്മളെ മലബാറിൽ മാത്രമുള്ള സംഭവമല്ലേ? ഓണം എല്ലായിടത്തും ഉള്ളതാണ്. വിഷുവിന് വേറെ തന്നെ ഒരു ഉണ്ട്, പക്ഷെ ഇവിടുത്തെ വിഷു ഡിഫറെന്റാ. നമ്മളെ പോലത്തെ ചോറ് പോളിങ് കുറവാ. അങ്ങനെ അമ്മേൻ്റെ ഒന്നും വിഷു ഓണമായിട്ട് തെറി കിട്ടി ഗൈസ്. എനിക്ക് ഓണത്തിൻ്റെ സദ്യ കഴിക്കണ വരെയുള്ള പോയിന്റ് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എനിക്കിഷ്ടമല്ല. എണീക്കാനും തോന്നില്ല, ഇരിക്കാനും തോന്നില്ല, അങ്ങനെ കിടക്കാൻ തോന്നും. കൈ കഴുകാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഫുഡ് കോമയിലാണ്. പ്ലസ് മലയാളികൾക്ക് ഫിറ്റാവാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ വേണം എന്ന് പറയുന്നതിനോട് ഞാൻ എതിരാണ്. പായസം കുടിച്ചാൽ മതി. 2026 ഓണം സക്സസ്ഫുള്ളി തീർന്നു. ഓണായിട്ട് മഴ. വാവ്, ഉറങ്ങാൻ പറ്റിയ മോഡ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കൺമഷിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അതുകൊണ്ട് നോക്ക്, ഇതിൻ്റെ പകുതി ഞാൻ എൻ്റെ ഉറക്കം ശരിയാ വാങ്ങിച്ചാൽ ബാക്കി പകുതി ഈസ് പടർന്നത്. അപ്പോൾ അങ്ങനെ 2026 ഓണം ഇസ് ഡൺ, ഇറ്റ്സ് ഓവർ. നമ്മുടെ ഖജനാവിലേക്ക് പോവാം ഉറങ്ങാൻ. എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുമ്പം സദ്യ കഴിക്കുന്നതിന് മുന്നേ വരെ ഭയങ്കര വൈബാ. പക്ഷേ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോണ്ടിരുന്നത് സദ്യ കഴിക്കുന്ന വരെ ഉള്ള പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സദ്യ കഴിഞ്ഞിട്ടുള്ള ഭാഗം ഭയങ്കര എക്സോസ്റ്റിങ്ങാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മലമറിക്കുന്ന എന്തോ പണി ചെയ്യേണ്ടതെന്ന്. ഇല്ല, ഭയങ്കര ടയേർഡാവും കഴിച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതൊക്കെ ഊരി ചാടി നമ്മൾ ഉറങ്ങും. എന്തെങ്കിലുമൊക്കെ ഈ വ്ളോഗിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും വ്ളോഗ് നിർത്താൻ പോവാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഈ പിമ്പിളുടെ കയ്യിൽ നിന്നും ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞങ്ങൾക്ക് ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, ബൈ. മറന്നുപോയി, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. ഓക്കെ, ബൈ.